ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ മക്കളെ, നമ്മൾ +1 എക്കണോമിക്സും നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക്, വേൾഡ് ബാങ്ക്, കാർവേ കമ്മിറ്റി, ഇതൊക്കെ കാഷ്വലൈസേഷൻ ഓഫ് വർക്കൊക്കെ ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചത്. അതല്ലാത്ത കാരണം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞതായിരുന്നു വന്നത്. അതല്ലാത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിലോ, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ നോക്കിയേ. WTOയുടെ ഒബ്ജക്റ്റീവ്സ്, എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ്, ഇതൊക്കെ പറഞ്ഞതല്ലായിരുന്നോ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ്, പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ലാൻഡ് റിഫോംസിൻ്റെ ഡ്രോബാക്സ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ നമ്മൾ 1 വേർഡ് പറഞ്ഞിരുന്നു, റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്, പാർട്സ് ഓഫ് എ ടേബിൾ, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ്, ദെൻ കൊളോണിയൽ പീരിയഡിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ മറ്റേ ഹ്യൂമൻ ക്യാപിറ്റൽ, അത് ഹ്യൂമൻ ക്യാപിറ്റൽ ആ ഒരു ഭാഗം നമ്മൾ ഏതിൽ നിന്നായിരുന്നു, നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അതും പറഞ്ഞു. ചൈനയുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നല്ലോ. പോളിസീസിൽ വന്ന ഇമ്പാക്റ്റ് പഠിപ്പിച്ചിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തവണ ബാർ ഡയഗ്രം പഠിപ്പിച്ചു മിസ്, പക്ഷേ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാണ് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ഡൈവേഴ്സിഫിക്കേഷൻ മിസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുക, ആനിമൽ ഹസ്ബൻഡറി അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ മിസ് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നതായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ് പറയാത്ത അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ. ഒന്ന് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, പിന്നെ ചോദിച്ചിരിക്കുന്നത് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഈ ഒരു ബാർ ഡയഗ്രാം, കമ്പോണൻ്റ് ബാർ ഡയഗ്രാം മിസ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. അതല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചതായിരുന്നു, വിത്ത് എക്സാമ്പിൾ സഹിതം പഠിപ്പിച്ചതായിരുന്നു അല്ലേ. സോ എക്കണോമിക്സ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്നുള്ളത് മിസ്സിന് ഷുവറാണ് അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.